Nestled in the picturesque Malappuram district of Kerala, India, Kodingi stands as a testament to the region's natural beauty. Surrounded by lush greenery and embraced by a tropical climate, this village is known for more than just its scenic landscapes. In the broader picture, Kodingi is no different from other villages of the state. Coconut palms and paddy fields border the village. Upon closer inspection, one could see human photocopies there. Yes, you heard that right. Here, there are more than 1,000 pairs of twins. This wonder has caught the eyes of media and academicians for obvious reasons. കൊടിഞ്ഞിയിലെ സംബന്ധിച്ചിടത്തോളം 1000 ജോഡി കുട്ടികളാണ് ഉള്ളത്. Scholars and medical experts refer to this as a medical miracle. According to reports, this phenomena started about 60 to 70 years ago. Kodingi is today referred to as Twin Town. When a survey conducted by a group of locals revealed an abnormally high incidence of twin births in the vicinity, the town gained global attention. Though the community's high twinning rate is sometimes attributed to a variety of factors, none of these explanations have been supported by science. Several organizations such as National Geographic are backing the endeavor to discover the cause of Kodingi's high twin birth rate. Kodingi, the site of an odd occurrence, still continues to baffle scientists and researchers despite countless investigations by researchers and the gathering of saliva and hair samples by physicians from all over the world. ഇന്നപ്പോഴത്തെ പ്രായക്കാർ കുറേ ആൾക്കാർ ഇങ്ങനെ പെണ്ണിട്ടേലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ 1-2 പ്രസവം അതിൽ ഇതിൻ്റെ കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. എനിക്ക് 4 ഉണ്ട്, 2 മരിച്ചത്. മഫ്ന 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. SSM ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാലിങ്ങലാണ്. എൻ്റെ പേര് ഫാത്തിമ അഫ്ര. ഞാൻ 10ലാണ് പഠിക്കുന്നത്. SSM ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കണം. സ്കൂളിൽ പിന്നെ പരിപാടികൾക്കൊക്കെ ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജബോധി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനെ മിണ്ടാനെ ഗുണം പൂണ്ടാനേ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള ഒരു നാടായി അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് നന്നമ്പ്ര പഞ്ചായത്തിൽ കൊടിഞ്ഞി എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. എന്നാൽ കുട്ടികളില്ലാത്തവരുണ്ട്. എന്നാൽ ഇരട്ട കുട്ടികളായിട്ട് പ്രസവിക്കുന്ന ഒരുപാട് ഒരു ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികളൊക്കെ ഉള്ള അതുണ്ട് ഇവിടെ. ഡോക്ടേഴ്സ് അതുപോലത്തെ ടീച്ചർമാരൊക്കെ ഇതുപോലെയൊക്കെ ഓരോ അനുഭവങ്ങൾ അവർക്കൊക്കെ ഈ കൊടിഞ്ഞിയോടും അതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ പ്രദേശത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് വല്ലാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് അവരൊക്കെ ഇവിടെ വന്ന് താമസിച്ച് അവർക്കും ഇതേപോലെ തന്നെ ഇരട്ടകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീടും കാലുകളും ഒക്കെ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ. എൻ്റെ ഉമ്മ ഇരട്ടയാണ്. എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ ഉമ്മക്ക് അതേപോലെ ഒരു അനിയത്തിയുണ്ട്. അവർ 2 ഇരട്ടയാണ്. ഒരു 70 വയസ്സ് ഏകദേശം ആയിട്ടുണ്ട്. അന്ന് അതിന് മുമ്പുള്ള ഇരട്ടകൾ അതിൻ്റെ മുമ്പുള്ള ഉണ്ട്. അവരൊക്കെ പിന്നെ 75-85 ജീവിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ട്. 2006 ഈ സംഘടന രൂപീകരിക്കുന്നത്. അത് ഇവിടെ ഒരു മാധ്യമപ്രവർത്തകനെ ഇവിടെ IEC ഇതൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ കുട്ടികൾ ഇതേപോലെ അവർ ഇരട്ടകളാണ്. അപ്പോൾ ആ കുട്ടികളെ ഞങ്ങൾ ഒരുപാട് ഇരട്ടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മാഷോട് ചോദിച്ചു ഞങ്ങൾ അവരെ കണക്കൊന്ന് എടുക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അവർ അങ്ങനെ കണക്കെടുത്ത് അപ്പോൾ ഒന്ന് 10 ജോഡിയോളം ഇരട്ടകളെ അവർ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ആ വിവരം ഈ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു, അങ്ങനെ കൊടിഞ്ഞ കുറേ ഇരട്ടകളുണ്ട്, അപ്പോൾ അത് വലിയ സംഭവമായി മാറും ആരെങ്കിലും കണക്കെടുത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രചാരണം ഉൾപ്പെട്ടിട്ടാണ് ഞങ്ങൾ കൊടിഞ്ഞിയിലെ 8 വാർഡിലും ഇതേപോലെ നടന്ന് ഓരോ വീടും വീടാന്ന് കയറി ഇറങ്ങിയിട്ട് അന്ന് കണക്കെടുത്തു. അന്ന് 254 ജോഡി ഇരട്ടയാണ് അന്ന് കിട്ടിയത്. പിന്നെ പത്രങ്ങളിലൊക്കെ വന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ പിന്നെ വിദേശ രാജ്യത്തു നിന്നൊക്കെ ആൾ വരൽ തുടങ്ങി. അങ്ങനെ പിന്നെ കൂടുതൽ കണക്കെടുപ്പെടുത്താത്ത കൂടുതൽ എണ്ണം കൂടി അങ്ങനെ 200ൻ്റെ മേലായി. അങ്ങനെ പിന്നെ ഒരുപാടായി. അങ്ങനെ കുറേ കൂടി ഇപ്പോൾ 1000ൻ്റെ മേലെ ജോഡി ഇരട്ടകളുണ്ടെന്നാണ്. ഇപ്പോൾ പിന്നെ രജിസ്ട്രേഷൻ ഒന്നും നടത്തുന്നില്ല.
അതിൻ്റെ സംഘടന പ്രവർത്തനമൊക്കെ നിലച്ച് നിൽക്കുക. പിന്നെ സംഘടനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംഘടനയുടെ പേര് ട്വിൻസ് ആൻഡ് കിങ്സ് അസോസിയേഷൻ ടാക്ക എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെയുള്ള പഠന സംഘങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ കുറേ സംഗമങ്ങൾ സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിദേശ ചാനലുകളൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, അതൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കും. അതല്ലാതെ കൂടുതലായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേൾഡ് തലത്തിലുള്ള ഒരു സംഗമം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഇവിടെ കണ്ണൂരിൽ വെച്ചിട്ടൊരു ഇരട്ട സംഗമം നടത്തിയിട്ട് അവർ പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ സംഘടിപ്പിച്ചിട്ട് 300 ചില്ലാൻ ജോഡി ഇരട്ടകളാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിവിടെ കൊടിഞ്ഞിലെ ഈ 8 വാർഡിൽ മാത്രം പിന്നെ ഇരട്ടകളെ വിളിച്ചു കഴിഞ്ഞാൽ 300-400 ജോഡി ഇരട്ടകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ 2006 അത് രൂപീകരിച്ചത്. അന്ന് ഇരട്ടകളായ കുട്ടികളും പിന്നെ അവിടെ രക്ഷിതാക്കളുമാണ് അതിൻ്റെ മെമ്പർമാർ. മറ്റുള്ളവരാരും മെമ്പർമാരില്ല. അതിന് രാഷ്ട്രീയ മത സംഘടന ഒന്നും വാദമില്ല. അത് ഇരട്ടകൾ മാത്രം, ഇരട്ടകൾ കുട്ടികളും അതുപോലെ അവരുടെ രക്ഷിതാക്കളും മാത്രമേ അതിൽ അംഗങ്ങളുള്ളൂ. കുറേ പിന്നെ റിസർച്ച് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഹൈദരാബാദിൽ നിന്നും മധുരയിൽ ഇവരൊക്കെയുള്ള കുറേ പിന്നെ കേന്ദ്ര ഏജൻസികളൊക്കെ റിസർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയും കുസാറ്റും കൂടി ചേർന്നിട്ടൊരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ രീതിയുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കാറ്റിനോ വെള്ളത്തിനോ ഇതുണ്ടോ എന്നുള്ള അറിയില്ല. പ്രകൃതിപരമായി ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ കുറേ ആളുകൾ വന്നിട്ട് ഈ ചൈനക്കാർ അന്ധവിശ്വാസങ്ങൾ കുറേ കൂടുതലുള്ള ആളാണ്. അവരങ്ങനെ വല്ല ഇതുണ്ടോ എന്നൊക്കെ അവരെ കണ്ടെത്തൽ. പിന്നെ ട്വിൻസിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മളൊരു 250 ഡെലിവറി എടുത്താൽ അതിൽ ഒരെണ്ണം ട്വിൻസ് ആയിരിക്കും. പക്ഷേ ഈ കൊടിഞ്ഞിയിൽ അങ്ങനെയല്ല, ഒരുപാട് ട്വിൻസ് ഉണ്ട്. അവിടെ മോർ ദാൻ 800 പെയേഴ്സ് ട്വിൻസ് ഉണ്ട് കൊടിഞ്ഞിൽ. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ റിസർച്ചേഴ്സൊക്കെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിലപ്പം ആ ഏരിയയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡിൻ്റെയോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ എയറോ അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ആകും. പക്ഷെ അതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. ട്വിൻസ് തന്നെ ഐഡൻറ്റിക്കൽ ട്വിൻസും ഉണ്ട്, നോൺ ഐഡൻറ്റിക്കലും ഉണ്ട്. സാധാ ട്വിൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പോൾ മദറിൻ്റെ ഫാമിലിയിൽ ട്വിൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ട്വിൻസ് പ്രഗ്നൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റേണൽ ഏജ് കൂടുവാണെങ്കിൽ, അതായത് എബവ് 35 ഇയേഴ്സൊക്കെ ആണെങ്കിൽ ട്വിൻസിന് സാധ്യത കൂടുതലാണ്. പിന്നെ ഈ മറ്റേണൽ ഒബിസിറ്റി, ഭയങ്കര തടിയൊക്കെ ഉള്ള പേഷ്യൻ്റില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്വിൻസ് സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എല്ലാവരും. ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ഗൾഫിലായിരിക്കും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ചികിത്സ എടുക്കും. അപ്പോൾ അങ്ങനെ ആ ചികിത്സ എടുക്കുന്നവർക്ക് ട്വിന്നാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ഓവുലേഷൻ കൂടുതലുണ്ടാവും. 1, 2, 3 ഓവൊക്കെ ഒരേ സമയത്ത് തന്നെ പൊട്ടും. അപ്പോൾ അതിൽ The remarkably high birth rate of multiple births is supported by the statistics. In India, the average number of twins born per 1,000 births is 9. However, this is nearly 5 times higher in Kodini. In terms of numbers, there are 42 twins on average for every 1,000 births.